guys, welcome back to my YouTube channel and back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ റുട്ടീനാണ്. സോ ഇത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു, വീക്കെൻഡ് റുട്ടീനൊക്കെ. സോ ഐ എം ബാക്ക് വിത്ത് ദാറ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഒരു 6 മണിയായപ്പോഴായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത്. എനിക്ക് രാവിലെ എണീറ്റ് പാടെ നോട്ടായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. കാരണം ഞാൻ വെള്ളിയാഴ്ച ആബ്സെൻ്റ് ആയിരുന്നു. SSLCയുടെ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോകണമായിരുന്നു. സ്കൂളിൽ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. സോ അതിന് മുമ്പ് എനിക്ക് പോയി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു നോട്ട്സൊക്കെ എഴുതിയെടുക്കാനുണ്ട്. സോ ആ നോട്ട്സ് ഞാൻ ലീവായാൽ പോലും നോട്ട്സ് പെൻഡിങ് വെക്കാറേ ഇല്ല, അതപ്പം തന്നെ എഴുതിയെടുക്കും. പിന്നെ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ നോട്ട്സ് എഴുതുകയെന്നൊക്കെ. സോ ഞാൻ ഫോളോ ചെയ്യുന്നത്, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ ക്ലാസ് കാണാറുള്ളൂ. എല്ലാവരും അങ്ങനെയല്ല. കുറേ പേര് ഇങ്ങനെ ചില യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ ബാച്ചൊക്കെ ഫോളോ ചെയ്തിട്ട് അതിന് മുമ്പേ പഠിക്കുന്നവരുണ്ട്. സോ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച് നിന്നിട്ട് മാത്രമേ അതിൻ്റെ ക്ലാസ്സസ് കാണാറുള്ളൂ. അപ്പം അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് വീട്ടിൽ വന്ന് പഠിക്കും. സോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഡൗട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉള്ള ടോപ്പിക്കാണെങ്കിൽ പോലും ഞാൻ ക്ലാസ് കാണാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ LCD ടാബ്ലറ്റിൽ ജസ്റ്റ് ഒന്ന് എഴുതി പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ നോട്ടായിട്ട് എഴുതിയിട്ടുള്ളത് ഇപ്പം ഒരു ചാപ്റ്ററിലേ ഉള്ളൂ. മാത്സിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ മാത്രം ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് വളരെ ഷോർട്ട് നോട്ടായിട്ട് എഴുതും. ക്ലാസ്സൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ നോട്ടിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ എൻ്റെ നോട്ട് എഴുതും. അപ്പോഴത്തേക്ക് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും, പക്ഷേ വളരെ ഷോർട്ടായിട്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ആ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് PYQ ചെയ്യും. അതായിരുന്നു എൻ്റെ സ്റ്റഡി മെത്തേഡ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഫിസിക്സിൻ്റെ 3rd ചാപ്റ്ററാണ് ഇപ്പം ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാർ അത്യാവശ്യം എല്ലാം തന്നെ ഇപ്പം ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഒത്തിരി ഉണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് തന്നെ സാറ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ എഴുതിപ്പിക്കും. അതുകൊണ്ട് അത് അന്നു തന്നെ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് 10th വരെയാണെങ്കിലും 10th വരെയുള്ളവർ എനിക്കറിയാം വേറെ ക്ലാസ്സിൽ നിന്നുള്ളവരും ഈ ഒരു സ്റ്റഡി വ്ളോഗ്സൊക്കെ കാണുന്നുണ്ടെന്ന്. സോ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ കിട്ടിയല്ലോ, ഇനി സ്ട്രക്ചേർഡായിട്ട് പഠിക്കുക, ഉഴപ്പാതിരിക്കുക, മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഓൺ എക്സാം സ്റ്റഡി പ്ലാൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇനി എൻ്റെ മിഡ് ടൈം എക്സാം മാർക്ക് ഞാൻ റിവീൽ ചെയ്യാം. ഇംഗ്ലീഷിന് എനിക്ക് 30 മാർക്കായിരുന്നു. എനിക്ക് എഴുതാൻ നല്ലപോലെ സമയം കിട്ടിയില്ല. ഇംഗ്ലീഷിനാണ് എനിക്ക് ഏറ്റവും ലോവസ്റ്റ് മാർക്ക്. അത് കഴിഞ്ഞ് മലയാളത്തിൽ എനിക്ക് 39.5, അതായത് 14. പിന്നെ എനിക്ക് ഫിസിക്സിൻ്റെ പേപ്പർ 27 ആയിരുന്നു 30. പിന്നെ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി 26 ആയിരുന്നു 30. എനിക്ക് ആക്ച്വലി ഞങ്ങൾക്ക് 25 എക്സാം ഇട്ടത്. എന്താ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. 25 എനിക്ക് 22 ആയിരുന്നു. ഓക്കെ, എനിക്ക് ബയോളജിക്ക് 29 ഉണ്ട് 30. ബോട്ടണിക്കാണ് ഒരു മാർക്ക് പോയിട്ടുണ്ടായിരുന്നത്. 14 ബോട്ടണിക്ക്. സുവോളജിക്ക് 15 ഉണ്ടായി. പിന്നെ മാത്സിന് എനിക്ക് 24. ഞാൻ കുറേ ക്വസ്റ്റ്യൻ അറിഞ്ഞ് തെറ്റിച്ചു. നിങ്ങളുടെ മിഡ് ടൈമൊക്കെ കഴിഞ്ഞു, മാർക്കൊക്കെ കിട്ടിയെന്ന് പറയാം കേട്ടോ. സോ കുറഞ്ഞിട്ടുണ്ടെങ്കിലും സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഞാൻ സയൻസ് ആണല്ലോ എടുത്തിരിക്കുന്നത്. അത്രയൊന്നും സാരമായിട്ടൊന്നും നമുക്ക് ഫസ്റ്റ് പടിയിൽ തന്നെ എല്ലാം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ്. കെമിസ്ട്രിക്ക് ആണെങ്കിലും സെക്കൻഡ് ടോപ്പ് മാർക്കാണ്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം എല്ലാം വാങ്ങിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബോട്ടണി ആയിരുന്നു. ബോട്ടണി ജസ്റ്റ് റിവൈസ് ചെയ്യുമായിരുന്നു. കാരണം ഇത് ഓൾറെഡി എക്സാമിന് വേണ്ടി തന്നെ 2-3 തവണ റിവൈസ് ചെയ്തിരുന്നു. പക്ഷേ റിവിഷൻ ചെയ്യുന്നതോറും നമുക്കത് തറവാകത്തേ ഉള്ളൂ. കാരണം എനിക്കത് ഒത്തിരി നേരം റിവിഷൻ ചെയ്യേണ്ടി വന്നില്ല. എനിക്കൊരു 20 മിനിറ്റ് മതിയായിരുന്നു ആ ഒരു ചാപ്റ്റർ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മലയാളം പഠിച്ചു. എന്നെ സംബന്ധിച്ച് സാറ്റർഡേ എന്ന് പറയുന്ന ഒരു ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ഡേ ആണ്. സൺഡേ ആണ് അതിനനുസരിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുക. കാരണം സാറ്റർഡേ എല്ലാവരും സൺഡേ റെസ്റ്റ് എടുക്കും. ഞാൻ സാറ്റർഡേ ആണ് റെസ്റ്റൊന്നും എടുക്കില്ല, എങ്കിലും അത്യാവശ്യം കുറേ ബ്രേക്ക് എടുക്കുന്ന സമയം സാറ്റർഡേ ആണ്. എന്നിട്ട് സൺഡേ ഞാൻ നല്ല എഫക്റ്റീവായിട്ട് പഠിക്കും. സോ അത്രയ്ക്ക്. പിന്നെ മലയാളം ഏത് ക്ലാസ്സുകാരാണെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നന്നായിട്ട് വായിച്ചാൽ മതി കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.